സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കി. കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. ജാമ്യം റദ്ദാക്കാൻ പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, എന്തായാലും ഈ പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട്. കൃത്യമായ മറുപടികൾ ആയെങ്കിൽ എന്തായാലും പോലീസിനോട് പറയേണ്ടി വരും. അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഇതിൽ അർജുൻ ആയങ്കിക്കെതിരെയുള്ള ഒരു റിപ്പോർട്ടായിട്ടാണ് ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസ് കോതമംഗലം കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. ഇതിന്റെ തുടർ നടപടികൾ വന്ന വണ്ണമാണ് ഇപ്പോൾ ഈ ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കോടതി നീങ്ങിയിരിക്കുന്നത്. മെയ് 3 ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. മെയ് 3 നമുക്കറിയാം, ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് അത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസമായിരുന്നു. ആ ദിവസം തന്നെ ഇത്തരത്തിലൊരു ഒത്തുകൂടിയത് കോതമംഗലത്ത് റിസോർട്ടിൽ ഈ അന്തർജില്ലാ ഗുണ്ടാ സംഘങ്ങൾ ഇങ്ങനെ ഒത്തുചേർന്നതിൽ അസ്വാഭാവികതയുണ്ട് എന്നാണ് പോലീസ് കരുതിയിരുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് വളരെ സാഹസികമായിരുന്നു ഈ അർജുൻ ആയങ്കി ഉൾപ്പെടെയുള്ള സംഘത്തെ പിടികൂടിയത്. അതിൽ കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു ഗുണ്ടാ സംഘത്തിലെ 2 പേര് കൂടി ഈ അർജുൻ ആയങ്കിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ വിവിധ കേസുകളിൽ 4-5 കേസുകളിൽ പ്രതിയായിട്ടുള്ള നിരവധി പേരെ അടക്കമാണ്, ഒപ്പം തന്നെ കാറും അടക്കമാണ് അർജുൻ ആയങ്കിയോടൊപ്പം പിടികൂടിയത്. ഈ കേസിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ജാമ്യം റദ്ദാക്കുന്ന നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. സംഘടിതമായ ഒരു കുറ്റകൃത്യം പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ അവിടെ എത്തിയതെന്നും അതിന്റെ നടപടികളാണ് അവർ ആ റിസോർട്ട് കേന്ദ്രീകരിച്ച് നടത്തിയത് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ തുടർ നടപടികൾ എന്ന വണ്ണമാണ് പിന്നീട് കോതമംഗലം ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പിടികൂടിയ കോതമംഗലം SHOക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പെൻഷൻ വാങ്ങിക്കില്ല അടക്കമുള്ള രീതിയിൽ ഭീഷണി മുഴക്കുന്നു. പിന്നീട് ഊന്നുകൽ പോലീസ് SHOക്ക് നേരെ വലിയ ഭീഷണി മുഴക്കുന്നു. അത്തരത്തിൽ നിരവധി തുടർ സംഭവങ്ങൾക്ക് ആധാരം എന്ന് പറയുന്നത് ഈ മെയ് 3 നടന്ന അറസ്റ്റാണ്. ഈ കേസിലാണ് ഇപ്പോൾ ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്.